എല്ലാവർക്കും ഹായ്. ദുരന്തർ 2 ഇന്നാണ് കാണാൻ പറ്റിയത്. 2 തവണ പല പ്രാവശ്യമായി 2 തവണ 2 തിയേറ്ററിൽ ബുക്ക് ചെയ്തിരുന്നു. ആ 2 ഷോയും നിർഭാഗ്യവശാൽ ക്യാൻസലായി. അങ്ങനെ ഇന്നാണ് കാണാൻ പറ്റിയത്. ഹിന്ദി വെർഷനാണ് കണ്ടത്. അപ്പോൾ ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ദുരന്തർ ഫസ്റ്റ് അല്ലെങ്കിൽ ദുരന്തർ 1-ാം ഭാഗം ഡിസംബറിൽ ഇറങ്ങി. അതിന്റെ ഏതാണ്ട് ഒരു 3 മാസം കഴിഞ്ഞതാ പറഞ്ഞതുപോലെ തന്നെ പ്രോമിസ് ചെയ്ത പോലെ തന്നെ 2-ാം ഭാഗം ഇറക്കിയിരിക്കുകയാണ്. അതൊരു ഭയങ്കരമായ ഒരു ചലഞ്ചാണ്. അതിൽ ആദിത്യ ധർ ആൻഡ് ടീം ദുരന്തർ ടീം വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ദുരന്തർ 2 കണ്ടു. ദുരന്തർ ഫസ്റ്റിന്റെ എക്സാക്ട് കണ്ടിന്യൂഷൻ, അതിന്റെ ബാക്കി കഥ ദ റിവെഞ്ച് എന്ന് പറയുന്നു. ഇതും പല പല ചാപ്റ്റേഴ്സ് ആയിട്ടാണ് കഥ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ പടത്തിന്റെ പ്രൊഡക്ഷൻ വാല്യൂ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദുരന്തർ 1-ാം ഭാഗത്തിന്റെ കൂടെ കണ്ടാൽ ഒരു വ്യത്യാസവും തോന്നാത്ത രീതിയിലുള്ള സെയിം ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് ഈ സിനിമയ്ക്കും ഉള്ളത്. ഏതാണ്ട് 3 മണിക്കൂർ 50 മിനിറ്റോളം ലെങ്ത് വന്ന പ്രിന്റാണിത്. ഇന്റർവെല്ലോട് ചേർത്ത് 4 മണിക്കൂറിൽ കൂടുതൽ ലെങ്ത് ഉണ്ടായിരുന്നു. അസാധാരണമായ ഒരു ലെങ്ത് ഉള്ള ഒരു സിനിമയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അത് സമ്മതിച്ചേ പറ്റൂ. വളരെ സ്ലോ ഫിലിമാണ്. അത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വിപരീതമായി വന്ന ഒരു കാര്യം, ഞാൻ കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്പീഡും മറ്റേ രംഗങ്ങളും ഒക്കെ ഒന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ പടം നല്ല സ്ലോ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആ ഒരു സെക്കൻഡ് ഹാഫിലെ എൻഡിങ് പോർഷൻ വരുമ്പോഴാണ് സിനിമ ഒന്ന് ചൂട് പിടിക്കുന്നത്. അല്ലാത്ത പക്ഷം സിനിമ വളരെ സ്ലോയിൽ തന്നെ മൂവ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ എങ്കിൽ പോലും ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. വളരെ നീണ്ട, വളരെ സ്ലോയിലുള്ള സംഭാഷണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അകത്തുണ്ട്. എങ്കിൽ പോലും നമുക്കൊരിക്കലും ബോറടിക്കാത്ത രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ദുരന്തർ ഫസ്റ്റ് കണ്ടവർക്കെല്ലാം ദുരന്തർ 2 ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ അമിതമായ ലെങ്ത് വേണമായിരുന്നു എന്ന് എനിക്ക് ചില ഭാഗങ്ങളിൽ തോന്നി. കുറച്ചുകൂടെ ഒന്ന് ചുരുക്കി ഒരു മാക്സിമം ഒരു 3.5-3.25 മണിക്കൂറിൽ തീർക്കാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ 2 കാര്യമേ എനിക്ക് കുറച്ച് ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. അമിതമായ ലെങ്തും പിന്നെ ചില ഭാഗത്ത് നല്ല സ്ലോ ആയി മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തു. കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ടുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചു. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പടം തുടക്കം മുതലേ ഒന്ന് കുറച്ച് സ്പീഡായിരിക്കും എന്ന് വിചാരിച്ചു. നല്ല ഒരു സ്ലോ പേസ് ചില ഭാഗത്ത് ഫീൽ ചെയ്തു. അല്ലാത്ത പക്ഷം എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ദുരന്തർ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം 2 ഇഷ്ടപ്പെടും. ഇന്റൻസ് ആയിട്ടുള്ള ആക്ഷൻ സീൻസ് ഉണ്ട്. ക്ലൈമാക്സിൽ, തുടക്കത്തിൽ ഒക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും ഓക്കെയാണ്. പിന്നെ ഒരു നല്ലൊരു കൺക്ലൂഷൻ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. എല്ലാ തരത്തിലും തൃപ്തി തരുന്ന രീതിയിലുള്ള ഒരു എൻഡിങ് ആണ്. പിന്നെ എൻഡിങ്ങിൽ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ, സസ്പെൻസ്, റെവലേഷൻ ഒക്കെ ഉണ്ട്. എല്ലാം പക്ക. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ആദിത്യ ധർ ഇത്തവണയും വിജയിച്ചിരിക്കുകയാണ്. ആദിത്യ ധർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ദുരന്തർ ടീം ഇത്തവണയും വിജയിച്ചിരിക്കുകയാണ്. ഇത്തവണയും എല്ലാം കൊണ്ടുപോകും. കളക്ഷൻ ഒക്കെ തൂത്തുവാരി കൊണ്ടുപോകും. ഇന്ത്യയിൽ ഒരു റെക്കോർഡ് ഇടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ദുരന്തർ ഫസ്റ്റ് അതെല്ലാവർക്കും ഇഷ്ടമല്ല, എല്ലാവർക്കും പറ്റിയൊരു പാറ്റേൺ പടമല്ല. പിന്നെ അതേപോലത്തെ ഇന്റൻസ് ആയിട്ടുള്ള, ബ്ലഡി ആയിട്ടുള്ള, വയലന്റ് ആയിട്ടുള്ള രംഗങ്ങൾ ഇതിലുണ്ട്. അപ്പോ പിന്നെ ബി ജി എം പറയണ്ടല്ലോ. ഇത് ഭയങ്കര ഫസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ ആക്ഷൻ സീൻസ് ഒക്കെ വരുമ്പോൾ അതിനിടയിൽ ഈ പഴയ പാട്ടുകളൊക്കെ കയറ്റിയുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കരമായി കൊഴിപ്പിച്ചൊരു സാധനമായിരുന്നു. അതിനേക്കാൾ നന്നായിട്ട് ഇതിലെ പല പല രംഗങ്ങളും ഇങ്ങനെയുള്ള ഒരു പാറ്റേണിൽ കൊഴിപ്പിച്ച് നടത്തിയിട്ടുണ്ട്. അത് കിടിലമായിരുന്നു. പിന്നെ ഷോട്ടുകൾ, ആക്ഷൻ ഷോട്ടുകളൊക്കെ ഭയങ്കരമാണ്. എക്സ്പ്ലോഷൻ ഒക്കെ കിടിലമാണ്. കൂടുതൽ വേറൊന്നും നമുക്ക് കൂടുതൽ പറയണ്ട. ദുരന്തർ ഫസ്റ്റ് എന്തോ അതിന്റെ ഒരു കുറച്ച് മുകളിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഞാൻ പ്രതീക്ഷ അത്രയും വന്നിട്ടില്ല. ഞാൻ പ്രതീക്ഷ എന്റെ കുഴപ്പമായിരിക്കാം. ഞാൻ കുറച്ചുകൂടെ ദ റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞ എന്റെ പോസ്റ്റർ കണ്ടപ്പോൾ, ഫുൾ ബ്ലഡി ആയിട്ടുള്ള പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ കുറച്ചുകൂടെ വിചാരിച്ചു. പക്ഷെ സ്ലോയിൽ നീങ്ങി സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ സ്പീഡ് കയറ്റി ക്ലൈമാക്സ് ആയപ്പോൾ നല്ല രീതിയിൽ ഇന്റൻസ് ആയിട്ട് നിർത്തുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് മേക്കിംഗ് ആണ് ദുരന്തർ 2. ഓക്കെ, അപ്പോൾ 18+ ആണ് മൂവി. കൂടുതൽ പറയണ്ടല്ലോ. എല്ലാവരെയും പോയി ടിക്കറ്റ് എടുക്കാനൊന്നും പറയുന്നില്ല. ദുരന്തർ ഫസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് മൂവി ഇഷ്ടപ്പെടുന്നവർ ഫസ്റ്റും സെക്കൻഡും കാണാം. ഫസ്റ്റ് കണ്ടവർ സെക്കൻഡ് മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കണം. ഓക്കെ, താങ്ക് യു.